Hello guys, welcome to Painted. നമ്മളിന്ന് പോകുന്നത് ഒമാനിലെ അക്രോസ് ഏജസ് മ്യൂസിയത്തിലേക്കാണ്. ഒമാനിലെ നിസ്വയിലാണ് ഈ മ്യൂസിയം ഉള്ളത്. സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ദൂരമുണ്ട് നമ്മളെ നിസ്വയിലെത്താൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും കുറേ ദൂരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കുന്നു. പക്ഷേ പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല കാഴ്ചകളുള്ളതുകൊണ്ട് ആ ഒരു 1.5 മണിക്കൂർ കഴിയുന്നത് നമ്മൾ അറിയില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം. വളരെ പരന്നു കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണത്. ഇതിനടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കുക. ഒമാൻ്റെ തന്നെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള അൽ ഹാജർ മൗണ്ടൻസിൻ്റെ ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ടാണ് ഈ ഡിസൈൻ അവർ ചെയ്തിരിക്കുന്നത്. പാർക്കിങ്ങിൽ നിന്ന് തന്നെ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലേക്കുള്ള ആക്സസ് നമുക്ക് കാണാം. അതിനടുത്ത് തന്നെ വാഷ്റൂംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് നമ്മളെ ഫയർ ക്യാബിനറ്റാണ്. അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഉള്ള ക്യാബിൻ. അവർ ചെയ്തിരിക്കുന്ന ഫിനിഷിങ് മാർബിളിൽ തന്നെയാണ്. അതേ വാളിലുള്ള അതേ മെറ്റീരിയലിൽ അതിനുള്ളൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹിഡൻ കമ്പാർട്ട്മെൻറ്റ് പോലെയാണുള്ളത്. ലിഫ്റ്റ് തുറന്നുടനെ നമ്മൾ നേരെ കാണുന്നത് മ്യൂസിയം ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ആണ്. ഈ മ്യൂസിയം മുഴുവനായിട്ട് സ്ഥിതി ചെയ്യുന്നത് 3 ലക്ഷം സ്ക്വയർ മീറ്റേഴ്സ് സ്ഥലത്തിലാണ്. അതിൽ 66,000 സ്ക്വയർ മീറ്റേഴ്സ് മുഴുവനായിട്ടും ബിൽഡിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ വാൾസ് പണിതിരിക്കുന്നത് ഒമാനിൽ തന്നെ കല്ലുകൾ കൊണ്ടാണ്, സ്പെഷ്യലായിട്ടുള്ള കല്ലുകൾ കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൂളിംഗ് എഫക്റ്റിന് കാരണം ഇതാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഇതിൽ വെച്ചിരിക്കുന്ന വിൻഡോസ് സ്ട്രക്ചേഴ്സ് എല്ലാം സണ്ണിൽ നിന്ന് ഡയറക്റ്റ് ലൈറ്റ് അടിക്കാത്ത വിധം ചെരിച്ചിട്ടാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ അവർ പണിതിട്ടുള്ളത്. മ്യൂസിയത്തിൻ്റെ തറക്കല്ലിട്ടത് നമ്മളെ സുൽത്താൻ കാബൂസ് ആണ്. 2015 അത് നടക്കുന്നത്. അതിനുശേഷം 2020 ജനുവരി 10 അദ്ദേഹം നിര്യാതനായി. ഹിസ് ഹൈനസ് സുൽത്താൻ കാബൂസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു ഒമാൻ ഏജസ് അക്രോസ് മ്യൂസിയത്തിന് ഇൻട്രസ്റ്റ് എടുത്തിരുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഈ ഒരു മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നത്. മാർച്ച് 13 ഹിസ് മെജസ്റ്റി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇങ്ങനൊരു മ്യൂസിയം ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിന് ഈ ഒമാൻ എങ്ങനെ ഈ ഒരു സ്റ്റേജിലെത്തി, എന്തൊക്കെ വഴികളിലൂടെയാണ് ഇവിടെ എത്തിയതെന്നുള്ളത് അവരുടെ തന്നെ യങ്സ്റ്റേഴ്സിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു എഫേർട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിട്ടില്ല. ഏതിലെയാണ് നമ്മൾ ഈ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതിന് ഡയറക്ഷൻസോ ഫുട് പ്രിൻറ്റ്സോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സൈൻ ബോർഡ്സോ ഒന്നും കാണാൻ അവിടെ ഈ ഒരു ഹ്യൂജ് ബിൽഡിങ്ങിൽ അവിടെ ഒരു നോട്ടിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. ഡയറക്ഷൻസും കൂടെ മാർക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായതെന്ന് ഞങ്ങൾക്ക് തോന്നി.
ഈ ഒരേ ഫ്ലോറിൽ തന്നെ റീക്രിയേഷൻ ഹാള്, അതുപോലെ പ്രോഗ്രാംസ് നടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ മുന്നോട്ട് ചെന്നാൽ കുറച്ച് സ്റ്റെപ്സ് കാണാം. അതിൽ കയറി ചെല്ലുന്നതാണ് മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് എൻട്രൻസ്. ഈ മ്യൂസിയത്തിൽ നമുക്ക് അധികം കാണാൻ പറ്റുന്നത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വോയിസസൊക്കെയാണ്. ഇത് ചെയ്തിരിക്കുന്നത് പ്രൊജക്ഷൻ മാപ്പിംഗ് എന്ന് പറയുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതും നമുക്ക് പ്രൊജക്ഷൻ മാപ്പിങ്ങിലൂടെയാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. മ്യൂസിയത്തിൽ നമ്മൾ ആദ്യം തന്നെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒമാനിൽ പണ്ട് ജീവിച്ചിരുന്നിരുന്ന എക്സ്റ്റിൻറ്റ് ആയി പോയ ഒരു ഒമാൻ എതേറിയം ഡോഫാറൻസിസ് എന്ന് പറയുന്ന ഒരു ജീവിവർഗത്തിൻ്റെ ജോ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൈനോസറൊക്കെ പോലെ അവർ എക്സ്റ്റിൻറ്റ് ആയി പോയ അവിടെ ജീവിച്ചിരുന്ന ഒരു ലോക്കൽ ആനിമലാണ്. ഈ ഹാളിൽ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഇത് കേവ്സിൻ്റെ തീമിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളും സ്റ്റോൺ ഏജ് പീരിയഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതുമാത്രമല്ല, എന്നെ ഇമ്പ്രസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ടൈമാണ് ഒരു മ്യൂസിയമിൽ ഈ എക്സിബിറ്റ് ചെയ്ത ഓരോ കാര്യത്തിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ബ്രൈലിലും കൊടുത്തിട്ടുണ്ട്. സോ അതെന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെയുള്ള ഓരോ ആനിമൽസും ഓരോ ഇൻസെക്റ്റ് ആവട്ടെ ഇതിൻ്റെയൊക്കെ ഷേപ്സ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് ഇവർ ഓരോ കാര്യങ്ങളോട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഞാനത് ശരിക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണത്. ഒമാനിൽ നമുക്ക് ഏറ്റവും അധികം കാണാൻ പറ്റുന്നത് മൗണ്ടെയ്ൻസ് ആണ്. അതുമാത്രമല്ല പലതരം ടെക്സ്ചറുള്ള ലാൻഡ്സ്കേപ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതും ഇയേഴ്സ് ബാക്ക് ഉണ്ടായിരുന്ന ഓരോ ലാൻഡ്സ്കേപ്പിൻ്റെ ടെക്സ്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അടുത്തത് നമ്മൾ കാണുന്നത് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന വെപ്പൻസ് ആണ്. റാസ് അൽ ഹംറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാർ അവർ ഈ വാദി, അതേമാതിരി മാംഗ്രൂവ് ഫോറസ്റ്റ്, ഈ ഏരിയയിലൊക്കെ ആയിരുന്നു അവർ, സീ കോസ്റ്റ് ഏരിയയിലൊക്കെ ആയിരുന്നു ഇവർ സെറ്റിലായിരുന്നത്. അവർ വന്നിട്ട് സ്പെഷ്യലൈസ്ഡ് ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് വെപ്പൻസ് മേക്കേഴ്സ് ആയിരുന്നു. അതുമാത്രമല്ല അവർ ഏറ്റവും സ്കിൽഡ് ജ്വല്ലറി മേക്കിംഗ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഡിസ്പ്ലേയിൽ ആ കാലത്ത് അവർ ഉണ്ടാക്കിയിരുന്ന ഈ ഷെൽസൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഓരോ ജ്വല്ലറീസ് ഇതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് റാസ് അൽ ഹംറ ആൾക്കാരുടെ ബറിയൽ സൈറ്റാണ്. അതുപോലെ ഹട്ട്സിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അതുമാത്രമല്ല നമുക്ക് ഇതിന് ചുറ്റും ഡോട്ടർ ലൈൻസ് കാണാൻ പറ്റും. ഇതിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഈ ഹട്ടിൻ്റെ ഉള്ളിൽ ഒരു ഇമേജ് കാണുന്നതായിട്ട് ഇവർ പറഞ്ഞിരുന്നു. നമുക്ക് ഫോണിൽ അത് അത്ര കിട്ടിയിട്ടില്ല. സ്റ്റിൽ ഒരു ചെറിയൊരു ഇമേജ് ക്യാപ്ചർ ആയിട്ടുണ്ട്. ഇനി ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അൻറ്റിൽ ദെൻ ബൈ, ടേക്ക് കെയർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.